Mindtrend FX. Your journey to mastering the markets begins now. Hi everyone, it's me Rahul. Welcome to Mindtrend FX YouTube channel. So നാളത്തെ വ്യൂ നമുക്ക് പെട്ടെന്ന് നോക്കാം. ടൈം ഒരുപാട് ലേറ്റ് ആയിരുന്നു. ഓക്കെ, സോറി. സോ നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ചെറിയൊരു വി ഷേപ്പ് റിക്കവറി ഒക്കെ ഇവിടെ തന്ന് മുകളിലോട്ട് വരുന്നുണ്ട്. ആൻഡ് നമ്മൾ ഡേ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിലിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസൈഡ് ബാർ. ഓക്കെ, ഇൻസൈഡ് ബാർ മീൻസ് എന്താണ്? ഈ ക്യാൻഡിലിൻ്റെ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഉള്ളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, സോ ഇതിനെ നമ്മൾ എന്താണ് ഇൻസൈഡ് ബാർ എന്ന് പറയും. വേറെന്ത് പറയും നമ്മളിതിനെ? ബുള്ളിഷ് ഹറാമി എന്ന് പറയാം നമുക്ക്. ബുള്ളിഷ് ഹറാമി. ഓക്കെ, ബുള്ളിഷ് ഹറാമി എന്ന് പറയാം, ഇൻസൈഡ് ബാർ എന്ന് പറയാം. അങ്ങനെയൊക്കെ ഓരോ ക്യാൻഡിൽസ് നമ്മൾ ഓരോ പേരിൽ ഇതിനെ വിളിക്കാം. ഓക്കെ, ബുള്ളിഷ് ഹറാമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ക്യാൻഡിലിൻ്റെ, അതായത് ജാപ്പനീസിൽ പറയുന്നത് പ്രഗ്നൻറ്റ് ലേഡി സംതിങ് അങ്ങനെയാണെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ക്യാൻഡിലിൻ്റെ ബേബി കണ്ടോ? അതായത് അതിൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ക്യാൻഡിൽ, ബുള്ളിഷ് ഹറാമി, അതിനാണ് ബുള്ളിഷ് ഹറാമി എന്ന് പറയുന്നത്. ഓക്കെ, സോ ബുള്ളിഷ് ഹറാമി ആൻഡ് ഇൻസൈഡ് ബാർ എന്നൊക്കെ ഇതിനെ പറയും. സോ ഇങ്ങനത്തെ ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നോ, ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ടൊരു നല്ലൊരു ഷാർപ്പ് മൂവ്മെൻറ്റ് വരും. അതാണ് ഇതിൻ്റെ തിയറിയിൽ പറയുന്നത്. ഓക്കെ, ബുള്ളിഷ് ഹറാമി വന്നാൽ അത് ഏത് സൈഡിലോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ അങ്ങോട്ടൊരു നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അതാണ് ബുള്ളിഷ് ഹറാമിയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ബുള്ളിഷ് ഹറാമി ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ബുള്ളിഷ് ഹറാമി കാണാൻ പറ്റും. സോ നമ്മൾ ഡെയിലി നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ഹറാമിയാണ് ഈ ഉള്ളത്. ഓക്കെ, ഒരു റെഡിൻ്റെ ഉള്ളിൽ ഒരു ഗ്രീൻ. ഓക്കെ, അതൊരു പ്രഗ്നൻ്റ് ആയ പോലെ, അതിൻ്റെ വൈറ്റിലൊരു കുഞ്ഞുള്ളതുപോലെ. ഓക്കെ, സോ ഇങ്ങനെയാണ് അതിൻ്റെ മീനിങ് വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, സോ ഒരു ബുള്ളിഷ് ഹറാമിയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഒരുപാട് മുകളിലാണ്. സോ ബുള്ളിഷ് ഹറാമി വരുമ്പോൾ തന്നെ ഇത് നല്ല നാളൊരു ഗ്യാപ്പും കൂടിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഗ്യാപ്പും കൂടിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഗ്യാപ്പ് അപ്പിൽ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യണം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നല്ലൊരു ഗ്യാപ്പാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കയറി ഒരു കോൾ എടുക്കരുത്. അതിൻ്റെ ഒരു 50% റിട്രേസ്മെൻറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു 50%, ഒരു പകുതി. മൊത്തം ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നില്ല, അതൊരു ഹ്യൂജ് ഗ്യാപ്പാണെങ്കിൽ. പക്ഷേ അതിനൊരു 50% ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ ഈ 50% ഫില്ല് ചെയ്യുമ്പം നമുക്ക് അവിടുന്ന് ട്രേഡ് പോവാം. അത് എവിടെയാണോ ഓപ്പൺ ആകുന്നത് ആ 50% ഫില്ല് ചെയ്യുമ്പം അവിടെ നമുക്ക് ട്രേഡ് പോവാം. ഓക്കെ, ഒരു 445 ഓപ്പൺ ആകുന്നെങ്കിൽ അതിൻ്റെ ഒരു 322 ഒരു റിട്രേസ് വരുമ്പം അവിടെ നമുക്ക് ട്രേഡ് പോവാം. കാരണം ഹോൾഡ് ചെയ്തിരിക്കുന്നവരെല്ലാവരും അവരുടെ പ്രോഫിറ്റ് സെയിം ടൈം ബുക്ക് ചെയ്യും. സോ എത്ര സ്പീഡിലാണോ മാർക്കറ്റ് ഓപ്പൺ ആയാൽ അത്രയും സ്പീഡിൽ മാർക്കറ്റ് താഴോട്ട് വരികയും ചെയ്യും, ഒന്ന് മുകളിലോട്ട് പൊന്തിയിട്ട്. സോ പ്രോഫിറ്റ് എല്ലാവരും, കാരണം എല്ലാവരും ഹ്യൂജ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്ത് എല്ലാവരും ബുക്ക് ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരും. സോ നമുക്ക് എടുക്കാത്തവർക്ക് അടുത്ത എൻട്രി ആ ഒരു റിട്രേസ്മെൻറ്റിലായിരിക്കും, സെക്കൻഡ് റിട്രേസ്മെൻറ്റിൽ. സോ നമുക്ക് ആ ഒരു ലോ എവിടെ നിന്നാണോ അത് നമുക്ക് ഗ്രൂപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമുക്കതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എവിടുന്ന് ട്രേഡ് എടുക്കേണ്ടത്, നമുക്ക് അവിടുന്ന് ട്രേഡ് എടുക്കാം. സോ ഈ ഒരു എൻട്രി മിസ്സായെന്ന് വിചാരിക്കുന്നവരൊന്നും വിഷമിക്കേണ്ട. മാർക്കറ്റ് സ്റ്റിൽ അവിടെയുണ്ട്. മാർക്കറ്റ് ഇപ്പോഴും ചെറിയ താഴെ ലോയിലാണ്. നമുക്ക് മുകളിലോട്ടുള്ള ആ ഒരു റാലി നമുക്ക് ക്യാച്ച് ചെയ്യാം. മാർക്കറ്റിൽ നല്ല പോസിറ്റീവ് ക്യൂസ് ഉണ്ട്. മാർക്കറ്റ് എന്താണോ വെയിറ്റ് ചെയ്തത് അത് മാർക്കറ്റിന് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, സോ ഇതൊരു വെരി വെരി പോസിറ്റീവ് ന്യൂസാണ്. ഓക്കെ, സോ അതിനനുസരിച്ച് മാർക്കറ്റ് നാളെ റിയാക്ട് ചെയ്യും. നമുക്ക് അതിന് ട്രേഡ് ചെയ്യാം. സോ നാളത്തെ നമ്മുടെ ലെവല് 25,445, 25,663, 25,826. ഇത്രയൊന്നും മാർക്കറ്റ് പോകത്തില്ല. ബട്ട് നമുക്ക് ഇവിടുന്ന് എത്ര ക്യാച്ച് ചെയ്യാൻ പറ്റുമോ അത്ര നാളെ ക്യാച്ച് ചെയ്യാം. സോ നാളെ മാർക്കറ്റിന് ഒരുമിച്ച് എന്താണ് മാർക്കറ്റ് ലൈവിൽ കാണിച്ചു തരുന്നത് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. സോ അത് നാളെ ലൈവ് മാർക്കറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. സോ നാളത്തെ നമ്മുടെ വ്യൂ ഗ്യാപ്പപ്പാണ്. ഗ്യാപ്പപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ റീട്രേസ്മെൻറ്റിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഇനി ഓവർനൈറ്റിൽ എന്തെങ്കിലും സംഭവിച്ച് മാർക്കറ്റ് തിരിച്ച് വീഴുകയാണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നാളെ ഇതിൻ്റെ മുകളിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ അനുസരിച്ചുള്ള പ്ലാനിങ് നമുക്ക് ലൈവായിട്ട് തന്നെ ചെയ്യാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. സോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പ്ലീസ് ജോയിൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. നമുക്ക് ഒരുമിച്ച് നിന്ന് ട്രേഡ് ചെയ്യാം. ആൻഡ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.